ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ധന്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. എല്ലാ വീഡിയോസും എനിക്ക് സ്പെഷ്യലാണ്. അപ്പം അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ എൻ്റെ അനിയന് ലീവിന് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടത്. എൻ്റെ അനിയന് മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്, ജമ്മു കാശ്മീരാണ്. അപ്പം 5 മാസത്തിന് ശേഷം അവൻ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ ജമ്മു കാശ്മീരിലേക്ക് പോയതിന് ശേഷമുള്ള ആദ്യത്തെ ലീവാട്ടോ അത്. അപ്പം ആ ഒരു സ്പെഷ്യലും കൂടെ അവനുണ്ട്. അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ വഴിയെ പറയാം കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളൊരു 9 മണി 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. റിത്തൂസിന് കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങുന്നത്. ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു. ചോറ് വീട്ടിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഉച്ചത്തേക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ വീടിനടുത്തുള്ള വീട്ടിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വേഗം അവിടെ കുറച്ചേരം ഞങ്ങൾ സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് കയറി. ഇവിടെ ഞങ്ങൾ വരുമ്പോഴായിട്ട് ഒരു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ പൊന്നും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ നാട്ടിലില്ല. അച്ഛൻ ഒമാനിലാണ് ജോലി ചെയ്യണത്. ഇപ്പോൾ കുട്ടാപ്പ് പിന്നെ ജോലി ചെയ്യുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് കയറി. ഞാൻ അവർക്ക് വേഗം ഫുഡ് എടുത്ത് കൊടുത്തു കേട്ടോ. കാരണം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് അവർക്ക് വേഗം കൊടുത്ത് കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഏട്ടൻ വീഡിയോസിന് നിൽക്കൂലെന്ന് പറഞ്ഞിട്ടാട്ടോ പോകണം, എന്തോ സ്റ്റൈലാക്കിയിട്ട്. അത് കഴിഞ്ഞ് രുചിമോളെ കാലിന് ചെറിയൊരു മുറി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കൾക്ക് കൊടുത്ത പ്ലേറ്റിൽ തന്നെ ഞാനും കുറച്ച് ചോറെടുത്ത് കഴിച്ചിട്ടോ. ഏട്ടൻ പിന്നെ കുട്ടാപ്പ് വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു. ഇവിടെ നല്ല മത്തി മുളകിട്ടതും മത്തി പൊരിച്ചതും മമ്പയർ മത്തനും കറിയും പപ്പടം ഉപ്പേരി അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നേ. കുട്ടാപ്പിനൊന്നും അതൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടാട്ടോ അതൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് വീട്ടിലെത്തിയ വിശപ്പല്ല, അതിനുപരി ഭയങ്കര നുണയാട്ടോ. ഇവിടെ വന്നാല് ഞാൻ വേഗം ചോറെടുത്തിട്ട് കഴിക്കും, അല്ലെങ്കിൽ വേഗം അടുക്കളയിൽ പോയി എന്തൊക്കെയാ ഇവിടെ ഉള്ളതെന്നൊക്കെ ചെക്ക് ചെയ്യണ പണിയാട്ടോ. എല്ലാ കല്യാണം കഴിച്ച് കൊണ്ടുപോയ പെൺകുട്ടികൾക്കും ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ അവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ നായകൻ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം കുട്ടാപ്പു, അതായത് എൻ്റെ അനിയൻ. അങ്ങനെ അവൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സുകളാണ് ഇവരെല്ലാവരും. ശ്രീകുട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മുഖം മറിച്ച് പെട്ടി തല വെച്ചിട്ടാട്ടോ വരുന്നത്. ജിതിന്, കുട്ടൂസ്, അപ്പൂസ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നേ. ആള് നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ ഫ്രണ്ട്സിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം അവർക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു, നല്ല മുന്തിരി ജ്യൂസ്. അതൊക്കെ കഴിഞ്ഞ ശേഷം കുട്ടാപ്പ് ഷവായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ മക്കൾക്ക്. അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ വേഗം ഞങ്ങൾ മേലേക്ക് പോയിട്ടാണ്. അപ്പം അവൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും എന്തൊക്കെയാണെന്ന് നോക്കാനൊക്കെ ഞങ്ങൾ മേലേക്ക് പോയി. അവൻ കുപ്പിയൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അവൻ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനം. നല്ല ഒറിജിനൽ ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ അവിടെ കിട്ടുന്നത്. നല്ല ഒറിജിനൽ കുങ്കുമപ്പൂ, അതൊക്കെ അവന് എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ എടുത്ത് വെച്ച്. ഇത് അവരുടെ റൂമാണ്. കുറേ ഷീൽഡറും കാര്യങ്ങളൊക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവൻ കൊണ്ടുവന്ന തിരുമ്പാളകത്തൊക്കെ എടുത്ത് താഴത്തേക്ക് പോയി. ആദ്യം കാണിച്ച ഫോട്ടോയിൽ എൻ്റെ അച്ഛനാട്ടോ റിത്തൂസിനെ ഒന്നിച്ച് നിൽക്കുന്നത്. പിന്നെ നമ്മൾ സ്വന്തം പട്ടാളക്കാരൻ. അത് കഴിഞ്ഞ് പിന്നെ അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ട് കേട്ടോ. ഞാനിവിടെ കയ്യും വീശി വരികയാണെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഒരു കവറോ അല്ലെങ്കിൽ ഒരു സഞ്ചി നിറച്ച് സാധനങ്ങളായിട്ടാട്ടോ പോവുക. എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കില്ല സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ. എനിക്ക് തേങ്ങയൊന്നുമില്ല കേട്ടോ പുതുക്കോട്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് അധികം തേങ്ങയൊക്കെ കൊണ്ടുപോവാറ്. അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് പിന്നെയാണ് കുട്ടാപ്പു കുളിച്ച് വന്നതിന് ശേഷം ഒരു ചോറുന്നത്. കുട്ടാപ്പു കുളിക്കാൻ തിരക്കിലായതുകൊണ്ടായിരുന്നു അവന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. സമയം 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല നല്ല കമൻ്റൊക്കെ പറയാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ.